തന്ത്ര ജ്യോതിഷ പണ്ഡിതൻ, MA PhD, ഡിപ്ലോമ ഇൻ ഓക്കൽ സയൻസ്. അയ്യോ നമസ്തേ. അല്ല, ഈ തന്ത്രി പറയുന്നത് നേരാകൂ? നെഗറ്റീവ് ചിന്തകൾ മാത്രമേ ഉള്ളൂ. സ്വാമി പറയുന്നതെല്ലാം ശരിയാണ്, ശരിയായിട്ടുണ്ട്, ആവാറും. അല്ലെങ്കിൽ പിന്നെ ഇത്രയും ആളുകൾ ഇവിടെ കാത്തു നിൽക്കും. കറക്റ്റ്. ഗുരുവിനെ ഒന്ന് കാണാൻ പറ്റുമോ? പൂജ ചെയ്യുകയാണ്, 10 മിനിറ്റിനകം വരും. നോവുന്നുണ്ടോ മിസ് കുമാരി? അതെ എന്റെ സ്വാമി, ഈ നോവ് എനിക്ക് വെറുതെ ഇരിക്കും സ്വാമി, വെളിയിൽ ആള് നിൽക്കുന്നു. എന്താണോ, നിന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണമെന്ന് തോന്നുന്നു. പകല് കാണുമ്പോൾ രാത്രിയിലും കാണും, രാത്രി കാണുമ്പോൾ പകല് മുഴുവൻ കാണുമെന്ന് തോന്നുന്നു. നിനക്കും അങ്ങനെ തോന്നാറുണ്ടോ? ചെല്ല എന്റെ സ്വാമി. ഇരിക്കും. നീ വാച്ചിങ് സംബന്ധിച്ച ഫീൽഡിലാണ്. നീ കയ്യിൽ കത്രിക കരുതുന്നവനാണല്ലേ? നേരാ ഗുരുജി. നിനക്കിപ്പോ വിശ്വാസമായോ? നീ ഒരു സമസ്യയിലാണ്. ഭയപ്പെടണ്ട, സമസ്യയിൽ നിന്നും ഒരു സ്ത്രീ നീ പ്രേമത്തിലാവും, കല്യാണവും നടക്കും. വെറുതെ ആശിപ്പിക്കല്ലേ ഗുരുജി. ഇവിടെ തന്നെ ഞാൻ ഒരെണ്ണത്തിനെ കണ്ടു. നീ അമ്മ ഗുരുവെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. അമ്മ ഗുരുവോ? ഞാൻ നിങ്ങളുടെ മോളായിരിക്കുന്ന ഗുരുജി. എനിക്കൊരു കാര്യം അറിയണം ഗുരുജി. നീ പറയടാ, നീ എന്താ ഗുരുവിനെ കുറിച്ച് വിചാരിച്ചത്? പാസ്റ്റും ഫ്യൂച്ചറും പറയും, അടുത്ത ജന്മത്തിലെ കാര്യം പോലും ഇപ്പോൾ തന്നെ പറയും. അടുത്ത ജന്മത്തിൽ ഞാൻ ആരായിത്തീരും ഗുരുജി? നിന്റെ കൈയൊന്നും കാണണ്ടേ? ഈ ജന്മം നീ കറുത്തവനായി ജനിച്ചു, അടുത്ത ജന്മം വെളുത്തവനാകും. അതായത് അമേരിക്കയിൽ പോയി ജനിക്കുമെന്ന്, അവിടെ നിന്ന് സൗത്ത് ആഫ്രിക്കയിൽ പോകും. അവിടുത്തെ കറുത്ത ജാതിക്കാരെ കൂടെ കൂട്ടും. ആ ജാതികൾക്ക് നിന്റെ തൊലി വളരെ പ്രിയമാകും. എന്നിട്ട് അങ്ങനെ നീ ബ്ലാക്ക് ഹൗസിൽ സെറ്റിൽ ആവും. ഗ്യാരണ്ടി എന്താ? ഇയാളുടെ ഇന്ന് നമ്പർ വാങ്ങിച്ചോ, തെറ്റിയാണെങ്കിൽ വിളിക്കേ. ശരി. കൈലാസാണെങ്കിൽ അകത്തു പോയി, സൂര്യാണെങ്കിൽ എവിടെ പോയെന്നോ എന്തു പറ്റിയെന്നോ ഒരു ഐഡിയ ഇല്ലല്ലോ. ചന്തു അപ്പോഴേ ചത്തുപോയി, പോലീസിന്റെ വെടിയേറ്റ്. ചത്തത് ചന്തു എന്നെന്താ ഗ്യാരണ്ടി? TV കാണിച്ചിരുന്നല്ലോ. TV-യിൽ കാണിച്ചു വെച്ച് നമ്മളത് വിശ്വസിക്കണോ? എനിക്ക് ചന്തുവിനെ കാണണം. അതിനെന്താ, ബോഡി മോർച്ചറിയിലുണ്ടല്ലോ, കൊണ്ടുവരണം. എങ്ങനെ? മോർച്ചറിക്കുള്ളിൽ നിന്ന് ബോഡി ഇവിടെ എത്തിക്കേ. ബി സീരിയസ്. വന്നിട്ട് എത്ര നേരമായി? പൈസ എവിടെ? ഇത്രേ ഉള്ളൂടാ. ജയിലിൽ നിറയെ ചെലവുണ്ടടാ. പോലീസിന് കൊടുക്കണം, സിഗരറ്റും ബീഡിയും വാങ്ങണം. നിങ്ങളുടെ കാല് പിടിക്കാൻ ഞാൻ. എന്റെ അച്ഛനും അമ്മ ആരാണെന്നൊന്ന് പറ. ഓക്കേ, നിന്റെ അമ്മ അച്ഛൻ പറയണോ? പറയണം. കോമൺ സെൻസ് കൊണ്ടൊന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ അമ്മയും അച്ഛനും ആരാന്ന് അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ എന്റെ അന്നം മുട്ടില്ലേടാ. പിന്നെ നീ എന്നെ കാണാൻ ജയിലിലേക്ക് വരുമോ? വരും. ഇല്ല. വരുമെന്ന്? ഇല്ലടാ. 100 രൂപീസ് കൊടുത്താ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങില്ലേ, ഇറങ്ങിയ ശേഷം നിന്റെ അച്ഛൻ്റെ അമ്മയുടെയും ഹിസ്റ്ററി, ജോഗ്രഫി, ബയോളജി ഒക്കെ ഞാൻ പറഞ്ഞുതരാം. നീ എൻ്റെ കോട്ട കൃത്യമായിട്ട് ഇങ്ങനെ എത്തിച്ചേക്കണം, ബുദ്ധിമുട്ടുണ്ടാക്കരുത്. പൊയ്ക്കോ. മിസ്, ഐ എം ഹണി. എന്നെ മനസ്സിലാക്കാണല്ലോ. ജോണി ബായ്. അത് മറ്റുള്ളവർക്ക്, നിനക്ക് മാത്രം ജോണി ബായ്. വോഡ്ക ഓർ വിസ്കി? നോ താങ്ക്സ്. Recession in this world is become so bad and serious. That's why all husbands have started sleeping with their own wives. Because men can't fuck the girls nowadays. So bad. Maybe true. Do you think I'm a womanizer? എന്തു അറിയില്ല. നിനക്ക് മാത്രല്ല, എനിക്കും അറിയില്ല. Blindfold? എന്ത്? I will tell you. അല്ല, ഇത് നമ്മുടെ ചന്തു അല്ലേ? നിങ്ങൾ കരുതും എനിക്ക് ഭ്രാന്താന്ന്, പക്ഷെ ഇതെന്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാ. കാണുന്നത് മാത്രം വിശ്വസിച്ചാ പോരാ, ചിലപ്പോ കാണാത്തത് നമ്മൾ വിശ്വസിക്കേണ്ടി വരും.
ബ്രഹ്മാജി, നീ ഒരു പെങ്കൊച്ചിനെ കൂട്ടിക്കൊണ്ടുവന്നല്ലോ, അവളുടെ പേര് ഹണി. ആ ഹണി. ആ ഹണിയുടെ ബോഡി കൂടി അകത്ത് കിടപ്പുണ്ട്, അതും കൂടി ഇങ്ങോട്ട് എടുത്തു. ബ്രഹ്മാജി, ഡു യു തിങ്ക് ഐ എം എ സാഡിസ്റ്റ്? നോ. താങ്ക് യു. എക്സ്ക്യൂസ് മീ മാഡം, Yes. സ്ട്രൈറ്റ് എന്ന് ലെഫ്റ്റ് എടുത്ത് പോയ മമത അപ്പാർട്ട്മെന്റ് ഉണ്ട്, അറിയാമോ? അറിയാം. താങ്ക്സ്. അവിടെ 3000 സ്ക്വയർ ഫീറ്റ് ഫ്ലാറ്റ് ഉണ്ട്, ഫുള്ളി ഫർണിഷ്ഡാ. സ്പേഷ്യസ് ബെഡ്റൂം ഉണ്ട് വിത്ത് ഹോം തിയേറ്റർ ആൻഡ് സിഡിയിൽ മറ്റത് കാണാൻ വരുന്നോ? Bastard. പോടാ പട്ടി. അതിനെന്തിനാ എന്നെ പട്ടിന്ന് വിളിക്കുന്നേ? ഇവിടെ എത്ര ആൾക്കാരാ ക്യൂ നിൽക്കുന്നതെന്ന് അറിയാമോ? അവക്ക് താല്പര്യമില്ല. ഞാൻ അവളോട് ചോദിച്ചോളൂ. എന്റെ റൂംമേറ്റ് ഉണ്ട് ഗോവാലൻ, അവനിപ്പോ പുറത്ത് പോയേക്കുവാ. അപ്പൊ കമ്പനിക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. താല്പര്യമില്ലേ പറഞ്ഞാ പോരെ, എതിർ വിളിക്കണോ? എന്താ അനിയ, എന്താ ഇങ്ങനെ നോക്കണേ? ആ പണം എവിടെയാടാ ചിട്ടി? ചിട്ടി? ആ പേര് നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? എനിക്ക് ഫാൻസ് ഒക്കെ ഉണ്ടോ ഇവിടെ? അമീർപേട്ടിലെ എഞ്ചിനീയറുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച പണം എവിടെയാടാ ചിട്ടി? അതെ. ശ്രീനഗർ കോളനിയിലെ ടെമ്പിളിൽ നിന്ന് അടിച്ചു മാറ്റിയ സ്വർണം എവിടെ? നിന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചിട്ട് തന്നെ കാര്യം. എന്നെ വിട്. ഞാൻ 10 എന്നെ വിട്. എല്ലാം പ്രയോഗിക്കുന്നു. എന്നെ വിട്. 10 പേർക്ക് 20 തരാമേ. വിടുന്ന്. അയ്യോ. എന്ത് കാര്യത്തിനാ നീ അറസ്റ്റ് ചെയ്യുന്നത്? നിനക്കെന്ത് കാര്യം ഇവിടെ? നോക്കുന്നു. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് വരാൻ. എന്താ തല്ലു? ഓടിപ്പോ. ഓടിപ്പോ. പോടാ പോ. ചതുക്കി പിടിച്ച്. പോടാ. I love you too, darling. I love you, darling. നിനക്കെന്താ ഭ്രാന്താണോ? നീ ഒരു ദുരിതമായല്ലോ. ദുരിതോ? ഞാനോ? ആരും എന്താടാ മൊത്തം ആളുകളെ നീ ലോക്കപ്പിലാക്കൂടാ, റോഡിലാർക്ക് നടക്കണ്ടേടാ. എടി നീ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കുന്നേ. നിന്റെ ചേട്ടനെ പിടിച്ചു കൊടുത്ത കാശ് പോലും പോലീസ് ഇതുവരെ തന്നിട്ടില്ല. 2000 രൂപയ്ക്ക് വേണ്ടി ലോക്കപ്പിലിടും. അറസ്റ്റ് ചെയ്യിക്കും. നീ എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യാനാ? കാണിക്ക്. കാണിക്കാൻ തരാടാ നിനക്ക്. You will know me, bastard. You are mad. I will show you. Show. ഹലോ, നീ കാണാൻ വലിയ സുന്ദരി ആയതുകൊണ്ട് ഈ പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല. ഞാൻ നിന്റെ ഭംഗി കണ്ടോണ്ടിരിക്കുവായിരുന്നു. ചുമല്ലേ കാത്. നിന്റെ കൊരകട പുത്തനാടാ തോന്നുന്നു. ഇപ്പൊ പറഞ്ഞതും പകുതിയെ കേട്ടുള്ളൂ. നീ എന്തോ കണ്ണിനെ പറ്റി പകുതി മനസ്സിലായി. അതെ കൈലാസ്, പിന്നൊരു കാര്യം, പോലീസിലെ പട്ടികൾ പലതും ചോദിച്ചെന്ന് വരും, ഒന്നും പറയാൻ നിൽക്കണ്ട. ഓക്കെ. സൂര്യ എവിടെ പോയടാ? എന്ത് പറ്റി? അർജന്റായിട്ടൊന്ന് നാട്ടിൽ പോയതാ, എന്റെ മൊബൈൽ നഷ്ടപ്പെട്ടു. ആ ശരി ശരി, സിറ്റിയിൽ തൽക്കാലം നിൽക്കണ്ട നീ. ബ്രഹ്മാജി, പൈസ ഉണ്ടോ? ഇങ്ങോട്ട് കൊണ്ടുപോടാ, നമ്മുടെ സൂര്യക്ക് വേണ്ടിയല്ലേ. ബോസ്. എന്താടാ ഇത്? ഇത് നിന്റെ അമ്മയ്ക്ക് കൊടുക്ക്, എന്നിട്ട് നാട്ടിലേക്ക് ഒന്ന് പോയിട്ട് വാ. ബ്രഹ്മാജി, എനിക്ക് സൂര്യയോട് പേഴ്സണൽ ആയിട്ടൊന്ന് സംസാരിക്കേണ്ടത്. നിങ്ങളൊന്ന് വെളിയിൽ. ശരി. സൂര്യ, ശരിക്കുള്ള വിഷയം നീ ആരോടെങ്കിലും ഡിസ്കസ് ചെയ്തോ? ഇല്ല. ചെയ്യരുത്. ആ സീക്രട്സ് എല്ലാം നമ്മളെ അറിയാവൂ. സൂര്യ, നമ്മളെല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സീക്രട്സ് ഒന്നും ആരോടും പറയരുത്, ആരും അറിയരുതെന്ന് 1000 തവണ നമ്മൾ പറയും. ഫൂളിഷ്നെസ് അല്ലടാ. അതെ. നിന്റെ കാര്യം, നീ ഉണ്ടെങ്കിലല്ലടാ സീക്രട്ട് ആവൂ. എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാ അത് സീക്രട്ട് അല്ലല്ലോ, അല്ലടാ. അതുകൊണ്ട് നമുക്ക് 2 പേർക്കും ഈ വിഷയം അറിയാവുന്ന സ്ഥിതിക്ക് നമ്മളിൽ ഒരാൾ മാത്രം മതി. ഞാൻ മരിക്കാം, ഓക്കെ? നിനക്ക് പറ്റും എന്നെ കൊല്ലാൻ, പറ്റും. പക്ഷെ സൂര്യ, നീ അത് ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്നെ ഫിനിഷ് ചെയ്യും, മനസ്സിലായോ? നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതേടാ, ഒരാൾ മാത്രം മതി. എടുക്ക്, ഗണ്ണെടുക്ക്, ഗണ്ണെടുക്കാൻ. ഇവനെ എന്തിനാ ബോസ് കൊന്നത്? ബ്രഹ്മാജി, ഇതുവരെ ആരെ വിശ്വസിക്കണം മനസ്സിലായില്ലേ നിനക്ക്? ഇവന് ഞാൻ പൈസ കൊടുത്തു, അമ്മയെ പോയി കാണാനും പറഞ്ഞു, എന്നിട്ടും വെറുതെ എന്നെ ചതിക്കാൻ നോക്ക. ഏതല്ല പൈസ അവന്റെ അമ്മയ്ക്ക് അയച്ചു കൊടുക്ക.
അമ്പടാ നിങ്ങളോ? അമ്മേ. അയ്യോ. ഉദ്ദേശം എന്താടാ? കാണാൻ ഇങ്ങോട്ട് വന്നേ. ചൂടാവുവാടാ, ഞങ്ങള് പകരം ചോദിക്കാൻ വന്നതാ. നീ ഞങ്ങളുടെ അക്കയുടെ ഗിറ്റാർ പൊട്ടിക്കൂലേ? വാടാ, ഇന്ന് ഞങ്ങൾ കാണിച്ചു തരാം. പറ, നിന്റെ ചേച്ചിയുടെ പേര്? സമീര. സമീര, പേര് കൊള്ളാം. ഈ ഫേസിന് ഏത് പേര് വെച്ചാ? പിന്നെന്തൊക്കെ വിശേഷങ്ങള്? വിശേഷൊക്കെ അവിടെ നിക്കട്ടെ. അവളുടെ അണ്ണൻ അറസ്റ്റ് ചെയ്ത് നീ അകത്തു കൊണ്ടേ ഇട്ടു. ഉള്ളൊരു ഗിറ്റാർ കൂടി നീ വന്ന് തല്ലി പൊട്ടിച്ച് അക്കയെ നീ പട്ടിണിക്ക് വിട്ടു. ഗിറ്റാറോ? അക്കയ്ക്ക് അതിന്റെ പൈസ മുഴുവനും കൊടുത്തിട്ട് നീ പ്രശ്നം സോൾവ് ചെയ്തോ? സോറി സോറി സോറി. നിനക്ക് ഫാമിലി ഉണ്ടാവില്ലേ? ഫാമിലീസ് വാല്യൂ അറിയില്ലേ? ഒരു മാസമായി അവൻ ആഹാരം കൊടുത്തിട്ട് കഴിക്കും മുമ്പേ കൊണ്ടുപോയി. ഇല്ല സമീര, അവൻ ചപ്പാത്തി കഴിച്ചിട്ട് എന്റെ കൂടെ വരാനാ ഞാൻ പറഞ്ഞത്. അതിന് സമാധാനം പിന്നെ പറയാം. സോറി പറഞ്ഞിട്ട് പുതിയ ഗിറ്റാർ വാങ്ങിക്കൊടുക്ക്. ഗിറ്റാറിന്റെ കാര്യല്ലേ, കൊടുക്കാലോ. ക്ഷമിക്കണം, ഒരു അബദ്ധം പറ്റിയതാ. എനിക്ക് ശരിക്കും വിഷമമുണ്ട്. സർ, ഒരു 500-600 രൂപയ്ക്ക് നല്ലൊരു ഗിറ്റാർ കൊടുക്കും. അയ്യോ, 500-നുണ്ടല്ലോ ഒരു പാട്ട ഗിറ്റാർ പോലും കിട്ടത്തില്ല. കുറഞ്ഞത് 10,000 ആകും. 10,000? പിന്നെ ലാസ്റ്റ് ടൈം നീ പൊട്ടിച്ചു കളഞ്ഞതിന് 25,000 ഇറ്റാലിയൻ മെയ്ഡ്. മൈ ബ്രദർ ബോട്ട് ഇറ്റ് ഫ്രം സാൻസ്ബർഗ്. അത്രയ്ക്ക് വലിയ വിലപിടിപ്പുള്ളതാണെങ്കിൽ പിന്നെന്തിനടുത്ത് വെളി വെച്ചേ? ഗിറ്റാർ മേടിക്കാൻ ഇത്ര ബഹളം ഉണ്ടാക്കുമ്പോ പൊട്ടിച്ച കമ്പ്യൂട്ടർ വാങ്ങാൻ എന്തായിരിക്കും? കമ്പ്യൂട്ടറോ? ഞാനത് എപ്പോ എടുത്ത് അടിച്ചു പൊളിച്ചു. കണ്ണു മുന്തിരുന്നോ? വെളിവില്ലാതാവാൻ. ശരി, കുറച്ചുകൂടി വിലയുള്ള എടുത്തു കൊടുക്ക്. അതെങ്ങനാ? അത് വേണമെന്ന് പറഞ്ഞ അതെന്നെ മേടിച്ചു തരൂലേ? എന്ത്? ഏതെങ്കിലും എടുത്തു കൊടുക്ക്. ഇത് കൊള്ളാലോ സമീര, എത്ര സൂപ്പർ ആയിട്ട് വായിക്കുന്നു. ഇതല്ല ഷാറൂഖ് ഖാൻ ബാദുഷാ സിനിമയിൽ ഗിറ്റാർ വായിച്ച് പാടുന്നില്ലേ, ആ പാട്ട്. ഹലോ, ഇത് ടെസ്റ്റിംഗ് ഓർക്കസ്ട്ര അല്ല. സഹിക്കാൻ പറ്റണില്ലേ മാമ?